ഉപരാഷ്ട്രപതിക്കെതിരായ കോടതിയലക്ഷ്യ ഹർജി സുപ്രീം കോടതി രജിസ്ട്രാർ തള്ളി. കേസെടുക്കുന്നതിൽ നിന്ന് ഉപരാഷ്ട്രപതിക്ക് സംരക്ഷണമുണ്ടെന്ന് രജിസ്ട്രാർ. സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് തീക്കാടൻ സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത്. ഹർജിക്കാരന് നോട്ടീസ് പോലും നൽകാതെയാണ് രജിസ്ട്രാറുടെ നടപടി. ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരായ ഉപരാഷ്ട്രപതിയുടെ പരാമർശത്തിലായിരുന്നു ഹർജി. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ധനസുമോദ്, ഈ ഹർജിക്കാരന് നോട്ടീസ് പോലും നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രജിസ്ട്രാറുടെ ഈ നടപടി ഇത് എങ്ങനെയാണ് കാണേണ്ടത്? വിവരങ്ങൾ. അമൃത, ഈ രജിസ്ട്രാർ എന്ന് പറയുന്നത് തന്നെ സുപ്രീം കോടതിയിലെ രജിസ്ട്രാർ ജില്ലാ ജഡ്ജ് തന്നെയാണ്. കാര്യം അദ്ദേഹം ഈ കേസ് പരിശോധിച്ചതിന് ശേഷം, ഈ ഹർജി പരിശോധിച്ച ശേഷം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ തള്ളിക്കളയുന്നതിന് മുമ്പ് കൃത്യമായി നോട്ടീസ് അയക്കുകയും ഹർജിക്കാരനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ വാദം കൂടി കേൾക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യാതെയാണ് ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഉപരാഷ്ട്രപതിക്ക് സംരക്ഷണം, കേസെടുക്കുന്നതിൽ നിന്ന് സംരക്ഷണമുണ്ട് എന്നുള്ളൊരു വിചിത്രമായ വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ഹർജിക്കാരൻ കൂടിയായ സുഭാഷ് തീക്കാടൻ നമ്മളോട് ചേരുകയാണ്. ഈ തരത്തിൽ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഹർജി രജിസ്ട്രാർ തന്നെ. ഇങ്ങനൊരു സംരക്ഷണം യഥാർത്ഥത്തിൽ ഉണ്ടോ ഉപരാഷ്ട്രപതിക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷയും ഭരണഘടനയോ നിലവിൽ ഇന്ത്യയിലുള്ള ഒരു നിയമവും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രജിസ്ട്രാർ എൻ്റെ പെറ്റീഷൻ തള്ളിയത് നിയമവിരുദ്ധമാണ്. അതുമാത്രമല്ല, ഞാൻ അറ്റോർണി ജനറലിന് നിയമപ്രകാരം അനുമതി ഹർജി നൽകിയിരുന്നതുമാണ്. അദ്ദേഹം ഫയൽ ചെയ്ത് 10 ദിവസം കഴിഞ്ഞിട്ടും അതിൻ്റെ പുറത്ത് യാതൊരു നടപടികളും എടുക്കാത്തതിനാൽ കോടതി സുവമോട്ടോ ഉപരാഷ്ട്രപതിക്കെതിരെ കണ്ടംപ്റ്റ് നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഏത് ഘട്ടത്തിലാണ് ഉപരാഷ്ട്രപതിക്ക് ഒരു സംരക്ഷണമുള്ളത്? നിലവിലുള്ള പ്രസിഡന്റ് മരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം രോഗാവസ്ഥയിൽ ഓഫീസിൽ വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മാത്രം ആണ് വൈസ് പ്രസിഡന്റിൻ്റെ പദവി വഹിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് പരിരക്ഷ ലഭിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ഒരു MP-ക്കുള്ള പരിരക്ഷ പോലും ഉപരാഷ്ട്രപതിക്കില്ല. സുഭാഷ് തീക്കാടൻ ഇതിനു മുമ്പ് തന്നെ അറ്റോർണി ജനറലിന് ഇത്തരത്തിലുള്ള കേസെടുക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അനുമതി കിട്ടിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി തള്ളിയിരിക്കുന്നത്. ഞാൻ ആ ഹർജി അദ്ദേഹത്തിന് കൊടുത്ത അറ്റോർണി ജനറൽ നൽകിയ അനുമതി ഹർജിയിൽ 10 ദിവസമായും യാതൊരു നടപടികളും എടുത്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കോടതി സുവമോട്ടോ കണ്ടംപ്റ്റ് നടപടികൾ ഉപരാഷ്ട്രപതിക്കെതിരെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. എന്നാൽ അതൊന്നും പരിഗണിക്കാതെ ഏകപക്ഷീയമായി എന്നെ കേൾക്കാതെ എനിക്ക് നോട്ടീസ് തരാതെ നിയമവിരുദ്ധമായിട്ടാണ് രജിസ്ട്രാർ ഈ ഹർജി തള്ളിയിരിക്കുന്നത്. അവസാനമായ ഒരു കാര്യം ചോദിച്ചോ, ഇനി എന്താണ് തുടർ നടപടി? അത് സുപ്രീം കോടതിയെ നേരിട്ട് വീണ്ടും സമീപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മറ്റൊരു പോകാൻ വഴി. ഏതായാലും തനിക്ക് എല്ലാവിധത്തിലുള്ള ഒരു അവകാശങ്ങളും നാച്ചുറൽ ജസ്റ്റിസ് തന്നെയാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ വീണ്ടും ഇക്കാര്യങ്ങൾ ഹർജി സമർപ്പിച്ച് ശ്രദ്ധയിൽപ്പെടുത്താനും ഉപരാഷ്ട്രപതിക്കെതിരെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സുഭാഷ് തീക്കാടൻ്റെ തീരുമാനം.